നമ്മളിന്നൊരു പത്രസമ്മേളനം വിളിച്ചത് സെപ്റ്റംബർ 1 CPIയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ഒരു വലിയ പ്രക്ഷോഭത്തെക്കുറിച്ചും ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട് നിന്നുള്ള ആളുകൾ പോകുന്ന കാര്യവും ഒപ്പം അതിൻ്റെ കോഴിക്കോട് ജില്ലയിൽ നടന്ന മുന്നൊരുക്കങ്ങളുമെല്ലാം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ എല്ലാവർക്കും തിരുവോണം ഇന്നലെ കഴിഞ്ഞെങ്കിലും ഓണാശംസകൾ എല്ലാവർക്കും നേരുകയാണ്. ദേശീയ പ്രക്ഷോഭം ഇതിനോടകം തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വളരെ ഗൗരവതരമായി വന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കം മുതൽ തന്നെ ഈ പ്രക്ഷോഭത്തിൽ CPI കേരളത്തിൽ നിന്ന് ഒരു ട്രെയിൻ നിറയെ ആളുകൾ പോകുന്നു എന്നൊരു വാർത്തയോട് കൂടിയായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ പൂർണ്ണമായും വാടകയ്ക്കെടുത്ത് ഒരു സമരത്തിനായി ഡൽഹിയിലേക്ക് പോകുന്നത്. അന്ന് അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഓരോ വണ്ടികളും, തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും 2-3 വണ്ടികളൊക്കെ ആയിട്ട് പോകണമെന്നാണ് ആലോചിച്ചിരുന്നത്. അത്തരമൊരാശയം രൂപപ്പെട്ടു വന്നത് തന്നെ തെലങ്കാനയിൽ നിന്നാണ്. അവിടെയുള്ള ആളുകൾ തീർത്ഥാടന ആവശ്യങ്ങൾക്കെല്ലാം ഈ റെയിൽവേയുടെ വണ്ടി വാടകയ്ക്ക് എടുക്കാറുണ്ട്. റെയിൽവേ വണ്ടി വാടക കൊടുക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. റെയിൽവേയുടെ IRCTC എന്ന സംവിധാനം, ടൂറിസം ആൻഡ് കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത്തരത്തിൽ ട്രെയിനുകൾ ബോഗികളെല്ലാം വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണുള്ളത്. പാർട്ടി സംസ്ഥാന നേതൃത്വം ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അവരത് അംഗീകരിച്ചു, അഡ്വാൻസ് ചോദിച്ചു, പണം കൊടുത്തു. പക്ഷെ പിന്നീട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആ ട്രെയിനുകൾ മുഴുവൻ, കേരളത്തിൻ്റെത് മാത്രമല്ല, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് സമരത്തിന് വേണ്ടി പോകാൻ നിശ്ചയിച്ച എല്ലാ ട്രെയിനുകളും ക്യാൻസൽ ചെയ്യുന്ന സന്ദർഭമുണ്ടായി. സത്യത്തിൽ ആ ദിവസം അങ്ങനെ ക്യാൻസൽ ചെയ്തതുകൊണ്ട് കേരളത്തിൽ നിന്ന് ആർക്കും പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓണക്കാലമായതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഒരൊറ്റ ട്രെയിനിലും ആളുകൾക്ക് പോകാൻ കഴിയില്ല. ബുക്കിംഗ് ടിക്കറ്റുകളൊന്നുമില്ല. വായുമാർഗം പോകുന്നതിനെക്കുറിച്ച് CPIയെ പോലൊരു പാർട്ടിക്ക് അത്രയേറെ ആളുകളെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് വലിയ സാമ്പത്തിക ബാധ്യത ആലോചിക്കാനും വലിയ പ്രയാസമാണ്. അപ്പോൾ തീർച്ചയായും ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം വിശദീകരിക്കുന്നില്ല. ഈ സമരത്തിന് ആളുകളുടെ എണ്ണം കുറയണം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ആലോചിച്ചത്. പക്ഷേ അങ്ങനെ ഒരു ആളുകളുടെ എണ്ണം കുറയാൻ പാടില്ല എന്ന തീരുമാനം കേരളത്തിലെ പാർട്ടി എടുത്തു. ഏത് മാർഗത്തിലൂടെയും ഡൽഹിയിലെത്തണം എന്നാണ് ഞങ്ങളോടെല്ലാം ആവശ്യപ്പെട്ടത്. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നേരത്തെ പോകാൻ നിശ്ചയിച്ച അതേ നമ്പർ തന്നെ ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനാവശ്യമായ ട്രെയിൻ സംവിധാനങ്ങൾ KSRTC, തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ട്രെയിനുകളെല്ലാമായിട്ടാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ പോകുന്നത്. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും എല്ലാം വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ആളുകൾ ബൾക്കായി ടിക്കറ്റ് എടുക്കാൻ സാധിച്ചു. അങ്ങനെ ട്രെയിനുകളിൽ ഡൽഹിയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 65 പേർ ഈ സമരത്തിൻ്റെ ഭാഗമായി വിവിധ ലോക്കലുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട, വിവിധ മണ്ഡലം കമ്മിറ്റികൾ തിരഞ്ഞെടുക്കപ്പെട്ട 65 ആളുകൾ, 71 ആളുകൾ പോകണമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ആ സന്ദർഭത്തിൽ പിന്നീട് അത് 65 പേരായി. ടിക്കറ്റിൻ്റെ പ്രയാസം കൂടി വന്നപ്പോൾ 65 പേർ ആ യാത്രയിൽ അവിടെ ഡൽഹിയിൽ പങ്കെടുക്കുന്നു. ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വളരെ വ്യാപകമായ ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു. ചുവരെഴുത്തുകളും ബോർഡുകളും ബാനറുകൾക്കുമെല്ലാം അപ്പുറത്ത് എല്ലാ മേഖലകളിലും പ്രാദേശികമായി കാൽനടയായ ജാഥകൾ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഇന്നത്തോടുകൂടി കോഴിക്കോട് ജില്ലയിൽ 70 ജാഥകൾ, 2 ജാഥകൾ നടക്കാനിരിക്കുന്നു ഉൾപ്പെടെ 72 ജാഥകൾ കോഴിക്കോട് ജില്ലയിലാകെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നടന്നു. വ്യാപകമായ ഗൃഹസന്ദർശന പരിപാടി ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ പൊതുസമ്മേളനങ്ങൾ, ഈ സമരത്തിൻ്റെ മുദ്രാവാക്യത്തിനോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടുള്ള പൊതുസമ്മേളനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നു. ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചു. അങ്ങനെ വ്യാപകമായി ഗൃഹസന്ദർശന പരിപാടികളും പൊതുപ്രചാരണ പരിപാടികളും എല്ലാം നടത്തിയ ശേഷമാണ് നാളെ വൈകുന്നേരം കോഴിക്കോട് നിന്ന് KSRTC വഴി ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കുമെല്ലാം ഞങ്ങൾ യാത്ര പോകുന്നത്. വലിയ സാഹസമായിരുന്നു. തിരിച്ചിങ്ങോട്ടുള്ള യാത്രയും പല സംസ്ഥാനങ്ങളിലൂടെയും മുറിച്ചൊക്കെ വരേണ്ടി വന്നു. കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിലൊരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്ന വലിയൊരു സമര സന്നദ്ധതയുടെ കൂടി ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് നേരത്തെ തീരുമാനിച്ചേക്കാൾ കൂടുതൽ ആളുകൾ, ആകെ കേരളത്തിൽ നിന്ന് മൊത്തം നോക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഈ ഒരു യാത്രയ്ക്ക് പങ്കെടുക്കുന്നത്. ഈ സമരത്തിനോട്, അതിൻ്റെ മുദ്രാവാക്യത്തിനോടൊക്കെ വലിയ ആഭിമുഖ്യമാണ് ഞങ്ങൾ നടത്തിയ ജാഥകളുടെയും പൊതുസമ്മേളനങ്ങളുടെയും ഒക്കെ ഭാഗമായി ജനങ്ങളിൽ നിന്നും ഉണ്ടാവുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ബദലാവ് സരൂരി ഹേ എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ കേന്ദ്ര മുദ്രാവാക്യം.
ഒരു ഹിന്ദി മുദ്രാവാക്യമാണ്. അതിൻ്റെ അർത്ഥം മാറ്റം അനിവാര്യമാണ് എന്നുള്ളതാണ്. ഈ മാറ്റം രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ, ഇപ്പോഴുള്ള നിലവിലുള്ള സംഘപരിവാര BJP RSS ഭരണം മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഒപ്പം രാജ്യത്തെ ചെറുപ്പക്കാരുടെയും തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും കർഷകരുടെയും സ്ത്രീകളും തൊഴിലാളികളും കർഷക തൊഴിലാളികളും എല്ലാം അനുഭവിക്കുന്ന ഒട്ടേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അതൊരു നയത്തിൻ്റെ ഭാഗമാണ്. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.